ഇസ്രായേലിന്റെ ചാരക്കണ്ണിനെ അടിച്ചിട്ട് ഇറാൻ. അതായത് ഹോർമൂസിൽ വെച്ചിട്ടാണ് ഓർബിറ്റ് 3 എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഒരു ചാര ഡ്രോണിനെ ഇറാൻ ഇന്നലെ അടിച്ചിട്ടത്. ഇതൊരു സിമ്പിൾ ഡ്രോൺ അല്ല. ഒരു സിമ്പിൾ ഡ്രോണിനെ അല്ല യഥാർത്ഥത്തിൽ ഇറാൻ അടിച്ചിട്ടേ എന്നുള്ളതാണ്. അതായത് ഹോർമൂസില് ആരൊക്കെ ഉണ്ട്, എത്ര പട്ടാളക്കാർ, എത്ര ബോട്ട്, ആ ബോട്ടിൽ എന്ത് ആയുധം, ആ ബോട്ടിന്റെ സൈസ് എത്ര, ആ ബോട്ട് ഏത് സൈഡിൽ നിന്ന് വന്നു, ആരാണ് എവിടെ, എത്ര സൈനികർ, എത്ര ആയുധങ്ങൾ, എവിടെയാണ് ബേസ്, റഡാർ ഉണ്ടോ, മിസൈൽ സിസ്റ്റം ഉണ്ടോ, ഇങ്ങനെ സകലമാന സാധനങ്ങളെ A to Z സാധനങ്ങളെ സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ഡാറ്റ ആക്കിയിട്ട് ഇസ്രായേലിന്റെ കമാൻഡിങ് സെന്ററിലോട്ട് അയക്കാൻ കപ്പാസിറ്റി ഉള്ള ഓർബിറ്റർ 3 എന്ന് പറയുന്ന ഡ്രോണിനെയാണ് ഇറാൻ ഇന്നലെ അടിച്ചിട്ടേ എന്നുള്ളതാണ്. അത് മാത്രമല്ല, രാത്രിയിലും പകലിലും ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരേപോലെ പറക്കാൻ പറ്റുന്ന നൈറ്റ് വിഷൻ ക്യാമറ അടക്കമുള്ള ഒരു ഡ്രോൺ ആണ് ഈ പറയുന്ന ഓർബിറ്റർ 3 എന്ന് പറയുന്നത്. 24 മണിക്കൂറോളം വളരെ കുറഞ്ഞ ശബ്ദത്തില്, വളരെ കുറഞ്ഞ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ, പറക്കാൻ കഴിവുള്ള ഒരു ഡ്രോൺ കൂടിയാണ് ഓർബിറ്റർ 3 എന്ന് പറയുന്നത്. അത് മാത്രമല്ല, വളരെ ഭാരം കുറഞ്ഞ, നമ്മുടെ ബാക്ക് പാക്ക് പോലെ നമ്മുടെ പുറത്ത് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രോൺ കൂടിയാണ് ഓർബിറ്റർ 3 എന്ന് പറയുന്നത്. ഏകദേശം 1 മില്യൺ ആണ് ഇതിന്റെ വില വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഡ്രോണിനെയാണ് യഥാർത്ഥത്തില് ഇറാൻ ഇന്നലെ അടിച്ചിട്ടേ എന്നുള്ളതാണ്. അപ്പോ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ഇറാന്റെ മേലെ വ്യാപകമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. അത് മാത്രമല്ല, യഥാർത്ഥത്തില് ഇത് ഇറാന് ഒരു പണി തന്നെയാണ് ഇത്. അതായത് 24 മണിക്കൂറോളം വളരെ കുറഞ്ഞ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പറക്കാൻ ശേഷിയുള്ള ഒരു 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 ഡ്രോൺ ആണ് ഓർബിറ്റർ 3 എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവരിത് അടിച്ചിടുന്നതിന് മുന്നേ എന്തോരം ഡാറ്റ ഈ ഒരു ഈ ഒരു എന്താ പറയാ ഡ്രോണ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ഡാറ്റനെ ഇത് ഇവരുടെ കമാൻഡിങ് സെന്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ. എത്ര നേരായി ഇത് അവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതും ക്വസ്റ്റ്യൻ മാർക്കാണ്. ഹോർമൂസിനെ യഥാർത്ഥത്തിൽ ഇറാൻ കൺട്രോൾ ചെയ്യുന്നത് ഹോർമൂസിന്റെ ചുറ്റുപുറമുള്ള ഗുഹാമുഖങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരുന്ന ചെറിയ ബോട്ടുകളും അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഗണ്ണുകളും ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഹോർമൂസിനെ ഇറാൻ കൺട്രോൾ ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള എന്താ പറയാ ഈ പറയുന്ന യുദ്ധക്കപ്പലുകളോ അല്ലെങ്കിൽ ഡിസ്ട്രോയേഴ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു 2 ഉണ്ട മതി യഥാർത്ഥത്തില് അവിടുത്തെ മൊത്തം ഈ കപ്പൽ മൂവ്മെന്റിനെ എന്താ പറയാ താറുമാറാക്കാൻ എന്നുള്ളതാണ്. കാരണം വെടിവെച്ച പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇൻഷുറൻസ് കമ്പനികള് ഒരു കാരണവശാലും ഇൻഷുറൻസ് കൊടുക്കില്ല. ഇൻഷുറൻസ് ഇല്ലാതെ ഒരു കപ്പലും 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങത്തില്ല എന്നുള്ളതും ഇറാൻ അറിയാം. അപ്പോ അവിടെ വലിയ സന്നാഹങ്ങളുടെ ഒന്നും ആവശ്യം യഥാർത്ഥത്തിൽ ഇറാൻ ഇല്ല. പക്ഷെ ഉള്ള സന്നാഹം നീഡഡ് ആണ് താനും. അപ്പോ അതിൽ എത്രത്തോളം ഏരിയനെ, എത്രത്തോളം ഇൻഫർമേഷനെ ഈ സാധനം ക്യാപ്ചർ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷെ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള വേറൊരു വസ്തുത എന്ന് പറയുന്നത്, ഇതിന്റെ റിമൈനിങ്സ് എടുത്തുകൊണ്ട് പോയിട്ട് ഇവര് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഇറാൻ ഇതിന്റെ വേറൊരു പതിപ്പിന് ഉണ്ടാക്കും എന്നുള്ളതും കൂടെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതും കൂടെ പറയാം എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, റിയൽ ടൈം ആയിട്ട് ഇൻഫർമേഷനെ ഈ സാധനം ഇവരുടെ ബേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതും കൂടെ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ക്യാപ്ചർ ചെയ്യുന്ന ഇമേജിനെ, പിക്ചറുകളെ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ പിക്ചറിനെ ആസച്ച് എന്ത് ചെയ്യും, കമാൻഡ് സെന്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഡ്രോണിനുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ സാധനം ഡേഞ്ചർ എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ റിമൈനിങ്സ് എടുത്തുകൊണ്ട് പോയി എന്ന് വിചാരിച്ചിട്ട് ഇതിന് എത്രത്തോളം ഇൻഫർമേഷൻസ് ഈ സാധനം ക്യാപ്ചർ ചെയ്തു എന്നുള്ളത് ചിലപ്പോൾ ഇതിനകത്തുനിന്ന് ഇറാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളുന്ന ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഇസ്രായേലിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഇത്രത്തോളം ഡാറ്റയാണോ ഇത് ക്യാപ്ചർ ചെയ്തേക്കുന്നത്, അത്രയും ഡാറ്റ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രിസൈസ് ആണ് എന്നുള്ളതാണ്. വളരെ എന്താ പറയാ, വളരെ ഗോൾഡൻ ഡാറ്റയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ട്രംപ് ആക്രമിക്കാൻ തയ്യാറല്ല, പക്ഷേ നെതന്യാഹുവും ടീമും ഇറാനെ ആക്രമിക്കാൻ റെഡിയാണ്. എല്ലാ സന്നാഹങ്ങളും റെഡിയാക്കിയിരിക്കുകയാണ്. ട്രംപ് ഒന്ന് മൂളിയാ മതി, അപ്പൊ ഇവന്മാര് കയറി അടിക്കും എന്നുള്ള അത്രക്ക് വാശിയിലും അതേപോലെ തന്നെ അത്രക്ക് തയ്യാറെടുപ്പോടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എവിടെ അടിക്കണം,
എവിടെയാണ് ഇവരുടെ ഈ പറയുന്ന ഡിഫൻസ് സിസ്റ്റം ഇല്ലാത്തത്, എവിടെയാണ് ലൂ ഫോൾസ് ഉള്ളത്, ഈ ഡാറ്റനെ ഈ സാധനം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കമിങ് മോർ ഡേഞ്ചറസ് ഫോർ ഇറാൻ എന്നുള്ള ഒരു പോയിന്റിലോട്ടാണ് എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ചാരക്കണ്ണിനെ ഇറാൻ കണ്ടെത്തുകയും ഇറാൻ അതാണ് അടിച്ചിടുകയും കൂടെ ചെയ്തു എന്നുള്ളതും ഇവിടുത്തെ ഒരു മേജർ പോയിന്റ് ആണ്. ഏകദേശം 1 മില്യണോടാണ് ഇതിന്റെ വില വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ യൂസ് വരുന്ന ഏരിയകൾ എന്ന് പറയുന്നത് ഇന്റലിജൻസ് ഗ്യാതറിംഗ് ആണ്, ഇന്റലിജൻസ് ഇൻഫർമേഷൻസിനെ ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സർവൈലൻസ് ആണ്, അതായത് നിരീക്ഷണം നടത്തുക. അതായത് ബാറ്റിൽ ഫീൽഡിൽ അടക്കം, അതായത് ഇപ്പൊ ഇവിടെ ഒരു വെടിനിർത്തൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. പക്ഷെ അതല്ലാതെ ബാറ്റിൽ ഫീൽഡിൽ അടക്കം എനിമിയുടെ മൂവ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രോൺ ആണ് ഇത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ റീകണ്ണൈസൻസ്, അതായത് ISR എന്ന് പറയുമ്പോൾ, അതായത് എനിമിയുടെ മൂവ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എനിമി എവിടെ, എത്ര പേര്, എന്തായുധം, ഇതിനെയാണ് ഈ പറയുന്ന റീകണ്ണൈസൻസ് എന്ന് പറയുക. അപ്പൊ അതേപോലെ തന്നെ ബാറ്റിൽ ഫീൽഡ് മോണിറ്ററിങ്, ബാറ്റിൽ ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ ചെറുതാണ്, ഭാരം കുറഞ്ഞതാണ്, ശബ്ദം വളരെ കുറവാണ്, പോർട്ടബിൾ ആണ്. നമ്മുടെ ബാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക് പാക്ക് പോലെ ഇട്ട് പോയിട്ട് അത്രയും പോർട്ടബിലിറ്റി ഉള്ള ഒരു സാധനമാണ്. അതേപോലെ തന്നെ റിയൽ ടൈം വീഡിയോ ട്രാൻസ്മിഷൻ, ഡേ നൈറ്റ് ക്യാമറാസ്, ഇത്ര അധികം സാധനങ്ങളുള്ള അത്യധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. അത് മാത്രമല്ല, ഇപ്പൊ ഇറാന്റെ ഒക്കെ കയ്യിലുള്ള ഫത്തഹ് ഡ്രോൺ എന്ന് പറയുന്നത് സൂയിസൈഡ് ഡ്രോണുകളാണ്. അതായത് ഈ പറയുന്ന മാസീവ് ആയിട്ടുള്ള ബോംബും മിസൈലൊക്കെ ക്യാരി ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ അവിടെ തന്നെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റലിജൻസ് വിവരം വേണം. നമുക്ക് ഇന്റലിജൻസ് വിവരം വേണം, ആ സ്ഥലത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വേണം, വീഡിയോസ് വേണം, അവിടെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ വേണം, അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ പറയുന്ന റഡാർ ഏതാന്ന് വേണം, അതേപോലെ തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുള്ള ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ ഏതാന്ന് വേണം, ഗണ്ണുണ്ടെങ്കിൽ അത് വേണം. ഈ സകല ഡാറ്റയും കിട്ടിയിട്ട് അതിന് ലൂ ഫോൾസ് കണ്ടെത്തിയിട്ട് വേണം അറ്റാക്ക് ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന ഒരു ഡ്രോൺ ആണ് ഈ പറയുന്ന ഓർബിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഡ്രോണിനെയാണ് ഇറാൻ കണ്ടെത്തുകയും അതിനെ അടിക്കുകയും ചെയ്തത്. കാരണം ബാറ്റിൽ ഫീൽഡിൽ എനിമിയുടെ മൂവ്മെന്റിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രോണിനെ ഒരു കാരണവശാലും എനിമിയുടെ കണ്ണിൽ പെടാൻ പാടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഡ്രോൺ ഇറാന്റെ കണ്ണിൽ പെടുകയും ഇറാൻ അതിനെ അടിച്ചിട്ടു എന്ന് പറയുമ്പോൾ അവിടെ ഒരു എന്താ പറയാ, അവിടെ ഒരു ഐറണി ഉണ്ട് എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണേണ്ടതാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഓർബിറ്റ് 4 എന്നൊക്കെ പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻസിൽ AI അസിസ്റ്റഡ് ആയിട്ടും കൂടെ കാര്യങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് ഈ പറയുന്ന ഡ്രോണിന്റെ ഒരു പുതിയ വകഭേദങ്ങളും കൂടെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ അടിച്ചിട്ടു റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഇതിനെ ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇസ്രായേൽ ഈ ഡ്രോൺ വെച്ച് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവർ ശേഖരിച്ച് വെച്ചേക്കുന്നത്, എന്തൊക്കെയാണ് ഈ ഡ്രോണിന്റെ ക്യാമറ ഒപ്പിയെടുത്തേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ടാക്ടിക്സും യഥാർത്ഥത്തിൽ ഇറാൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കൂടുതൽ ഡാറ്റനെ ക്യാപ്ചർ ചെയ്യുന്നതിന് മുന്നേ അത് ടാക്കിൾ ചെയ്തു എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാലും അത് എടുത്തോണ്ട് പോയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് അത്യന്തം അപകടകരമായിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്.